ഹായ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് കാർത്തിക്. ഞാനിന്ന് പറയാൻ പോകുന്നത് ഹിറ്റ്ലറെ കുറിച്ചാണ്. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ക്രൂരനായ ഭരണാധികാരി. 1888 ഏപ്രിൽ 20 ഓസ്ട്രിയ ഹംഗറി പ്രദേശത്താണ് ജനനം. അമ്മ ക്ലാര, അച്ഛൻ അലോയിസ് ഹിറ്റ്ലർ. ഇവരുടെ 6 മക്കളിൽ 4-മനായാണ് ജനനം. ചെറുപ്പത്തിൽ തന്നെ സഹോദരങ്ങളെല്ലാം മരിച്ചു പോയിരുന്നു. ഹിറ്റ്ലറിൻ്റെ അമ്മയ്ക്ക് മകനെ ഒരു വൈദികനായി കാണാനായിരുന്നു ഇഷ്ടം. എന്നാൽ അച്ഛന് അദ്ദേഹത്തെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാക്കാനായിരുന്നു ഇഷ്ടം. എന്നാൽ ലോകം കണ്ട ഏറ്റവും ക്രൂരനായ ഭരണാധികാരിയുടെ ഇഷ്ടമെന്ന് പറയുന്നത് ലോകപ്രശസ്തനായ ചിത്രകാരനാവുക എന്നതായിരുന്നു. എന്നാൽ ഇത് ഹിറ്റ്ലറിൻ്റെ അച്ഛൻ എതിർക്കുകയും ഹിറ്റ്ലറെ ഒരു റിയൽ സ്കൂളിൽ ചേർക്കുകയും ചെയ്തു. അച്ഛൻ്റെ ഈ തീരുമാനത്തെ എതിർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഹിറ്റ്ലർ സ്കൂളിൽ ഉഴപ്പുകയും സ്കൂളിൽ തോൽവികൾ ഏറ്റുവാങ്ങുകയും ചെയ്തു. 14-ാം വയസ്സിൽ അച്ഛൻ മരിക്കുകയും അതിനുശേഷം അദ്ദേഹം വിയന്നയിലേക്ക് പോവുകയും ചെയ്തു. വിയന്നയിൽ ചിത്രരചനക്കാരനായും കൂലിപ്പണിക്കാരനായും ജീവിതം ജീവിച്ചു ചേർത്തു. അതിനിടയിൽ അദ്ദേഹത്തിന് അവിടുത്തെ ഏറ്റവും വലിയ ഫൈനാൻസ് കോളേജിലേക്ക് പ്രവേശന പരീക്ഷ 2 തവണ എഴുതിയെങ്കിലും പക്ഷേ അദ്ദേഹത്തിന് ലഭിച്ചില്ല. ഇതിനിടയിൽ അമ്മയായ ക്ലാരയ്ക്ക് അസുഖം പിടിപെടുകയും അത് മൂർധന്യാവസ്ഥയിലെത്തുകയും ചെയ്തു. മകനെ ഒരു നോക്ക് കാണണമെന്ന മോഹവുമായി പലതവണ കത്തുകൾ അയച്ചെങ്കിലും ഹിറ്റ്ലർ തിരിച്ച് നാട്ടിലേക്ക് പോകാൻ കൂട്ടാക്കിയില്ല. അങ്ങനെ ഒടുവിൽ സ്വന്തം മകനെ ഒരു നോക്ക് കാണാതെ 44-ാം വയസ്സിൽ ക്ലാര മരണപ്പെട്ടു. ഹിറ്റ്ലറിന് തൻ്റെ അമ്മയെ വളരെയധികം ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ എപ്പോഴും തൻ്റെ കൂടെ ഒരു ഫോട്ടോ കരുതുമായിരുന്നു. 1-ാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ഹിറ്റ്ലർ സൈന്യത്തിൽ ചേർന്നു. അവിടെ ഹിറ്റ്ലറിന് നിയമനം ലഭിച്ചത് 16 റണ്ണർമാരിൽ ഒരാളായിട്ടായിരുന്നു. യുദ്ധമുഖത്തുകൂടി ഓടി സൈനികർക്ക് നിർദ്ദേശം എത്തിക്കുകയായിരുന്നു ഈ റണ്ണർമാരുടെ പ്രധാന ജോലി. അത് വളരെ അപകടം നിറഞ്ഞതും സാഹസിക നിറഞ്ഞതുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഹിറ്റ്ലർക്ക് സൈന്യത്തിൽ ധീരതയ്ക്കുള്ള അവാർഡുകളും ഒരുപാട് പ്രമോഷനുകളും ലഭിച്ചിരുന്നു. അങ്ങനെയിരിക്കെ അദ്ദേഹത്തിന് ഒരു അപകടം സംഭവിച്ചു. രാസവാതക ആക്രമണത്തിൽ അദ്ദേഹത്തിൻ്റെ കണ്ണിന് കാഴ്ചശക്തി ഭാഗികമായി നഷ്ടപ്പെട്ടു. അതിൻ്റെ ചികിത്സ കഴിഞ്ഞ് ഇറങ്ങിയ ഹിറ്റ്ലർ അറിഞ്ഞത് 1-ാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനി തോറ്റു എന്നായിരുന്നു. അതിനുശേഷം അദ്ദേഹം മിലിറ്ററിയിൽ തുടരുകയും അദ്ദേഹത്തിന് രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥനായി നിയമനം ലഭിക്കുകയും ചെയ്തു. ജർമ്മൻ വർക്കേഴ്സ് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാൻ വേണ്ടിയാണ് ഹിറ്റ്ലറെ നിയോഗിച്ചത്. ഈ നിരീക്ഷണത്തിനിടയിൽ ഹിറ്റ്ലർക്ക് ആ പാർട്ടിയുടെ പല കാര്യങ്ങളും ആകർഷണനാവുകയും ആ പാർട്ടിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങുകയും ചെയ്തു. ഹിറ്റ്ലറിൻ്റെ പ്രസംഗത്തിലൂടെ ആളുകളെ പിടിച്ചിരുത്താനുള്ള ഒരു കഴിവ് പാർട്ടി പ്രവർത്തകർ കാണുകയും അങ്ങനെ 1919 അദ്ദേഹത്തെ പാർട്ടിയിൽ ചേരാൻ ക്ഷണിക്കുകയും ചെയ്തു. ആ ക്ഷണം സ്വീകരിച്ച് ഹിറ്റ്ലർ പാർട്ടിയിൽ ചേരുകയും ചെയ്തു. അങ്ങനെ 1920 ഹിറ്റ്ലറെ സൈന്യത്തിൽ നിന്നും പുറത്താക്കി. കൂടുതൽ ആൾക്കാരെ ആകർഷിക്കുന്നതിന് വേണ്ടി ഹിറ്റ്ലർ ആ പാർട്ടിയുടെ നാമധേയം നാഷണൽ സോഷ്യലിസ്റ്റ് ജർമ്മൻ വർക്കേഴ്സ് പാർട്ടി അഥവാ നാസി എന്നാക്കി. പാർട്ടിയുടെ പതാക ചുമന്ന പ്രതലത്തിൽ വെള്ള സ്വസ്തികയായി മാറ്റം വരുത്തുകയും ചെയ്തു. 1923 പട്ടാള അട്ടിമറിയിലൂടെ അദ്ദേഹം ഭരണകൂടത്തെ തകർക്കാൻ ശ്രമിച്ചെങ്കിലും ആ അട്ടിമറി വിജയിച്ചില്ല. അദ്ദേഹം അറസ്റ്റിലാവുകയും ചെയ്തു. അതിനുശേഷം പുറത്തിറങ്ങിയ ഹിറ്റ്ലറിന് ജനസമ്മതി വളരെയധികം കൂടി. കമ്മ്യൂണിസ്റ്റ് ജൂത വിരുദ്ധത പ്രസംഗത്തിലൂടെയാണ് അദ്ദേഹത്തിന് ജനസമ്മതി വർദ്ധിച്ചത്. അതിനുശേഷം നടന്ന തിരഞ്ഞെടുപ്പിലൂടെ ഹിറ്റ്ലർ ചാൻസലറാവുകയും 1934 അദ്ദേഹം പ്രസിഡന്റ് ആവുകയും ചെയ്തു. പ്രസിഡന്റ് ആയതിനു ശേഷം അദ്ദേഹം ഒരുപാട് നിയമങ്ങൾ ജർമ്മനിയിൽ കൊണ്ടുവന്നു. നിലവിലുണ്ടായിരുന്ന ഭരണഘടന മാറ്റുകയും പുതിയ ഭരണഘടന കൊണ്ടുവരികയും ചെയ്തു. അതിലൂടെ ജൂതന്മാരുടെ പൗരത്വം നഷ്ടമാവുകയും അവരാണ് 1-ാം ലോക മഹായുദ്ധത്തിന് തോൽവിക്ക് കാരണമെന്ന് പറഞ്ഞ് അവരെ വേട്ടയാടാനും തുടങ്ങി. പിടിക്കപ്പെടുന്ന ജൂതന്മാരെയെല്ലാം ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് കൊണ്ടുപോവുകയും അവിടെ പട്ടിണിക്കിട്ടും വെടിവെച്ചും കൊല്ലുകയും ചെയ്തിരുന്നു. പട്ടിണിക്കിട്ടും വെടിവെച്ചും കൊല്ലുന്നത് ചിലവേറിയതും സമയം കൂടുതലുള്ളതുമാണെന്ന് കണ്ട ഹിറ്റ്ലർ അതിന് പുതിയ വഴികൾ തേടി. അതിന് അദ്ദേഹം കണ്ടെത്തിയ വഴി രാസവാതക പ്രയോഗമാണ്. 1941 കോൺസെൻട്രേഷൻ ക്യാമ്പിലുണ്ടായിരുന്ന 850 പേരെ ഒരു ചേംബറിൽ അടയ്ക്കുകയും അവിടെ രാസവാതകം പ്രയോഗിച്ച് അവരെ കൊലപ്പെടുത്തുകയും ചെയ്തു. കോൺസെൻട്രേഷൻ ക്യാമ്പിലുണ്ടായിരുന്ന കുട്ടികളെയെല്ലാം ഒരു പരീക്ഷണ വസ്തുവായിട്ടാണ് കണ്ടിരുന്നത്. അവരെയെല്ലാം ഒരു അനസ്തേഷ്യ പോലും കൊടുക്കാതെ ഒരാളിൽ തന്നെ 4ഉം 5ഉം ഓപ്പറേഷനുകളാണ് നടത്തിയിരുന്നത്. തൻ്റെ ജർമ്മനിയുടെ വ്യാപ്തി കൂട്ടണമെന്ന മോഹവുമായി 1939 പോളണ്ട് ആക്രമണത്തിലൂടെ അദ്ദേഹം 2-ാം ലോക മഹായുദ്ധത്തിന് തുടക്കം കുറിച്ചു. അദ്ദേഹം അതിനിടയിൽ പല യുദ്ധങ്ങളും ജയിക്കുകയും യൂറോപ്പിലെ പല ഭാഗങ്ങളും വടക്കേ ആഫ്രിക്കയും പിടിച്ചെടുക്കുകയും ചെയ്തു.
1943 ആയപ്പോഴേക്കും ഹിറ്റ്ലർ പരാജയങ്ങൾ നേരിട്ടു തുടങ്ങി. ഇതിനിടയിൽ തൻ്റെ പ്രണയിനിയായ ഇവ ബ്രൗണിനെ അദ്ദേഹം വിവാഹം കഴിക്കുകയും 2 ദിവസത്തിനു ശേഷം രണ്ടുപേരും ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. ഇവരുടെ രണ്ടുപേരുടെയും മൃതദേഹം ആദ്യം സംസ്കരിക്കുകയാണ് ചെയ്തത്. എന്നാൽ ഭാവിയിൽ നാസി പടകൾ ഇവർക്ക് വേണ്ടി സ്മാരകം കെട്ടിപ്പൊക്കിയാലോ എന്ന് ഭയന്ന് റഷ്യ ഇദ്ദേഹത്തെ മൃതദേഹം കുഴിച്ചെടുക്കുകയും തൻ്റെ സൈനിക താവളത്തിൽ കൊണ്ടുപോയി കത്തിച്ചു കളയുകയുമാണ് ചെയ്തിരുന്നത്. ഇതാണ് ഹിറ്റ്ലറിൻ്റെ ചരിത്രം. ഇനിയും കൂടുതലായി ഹിറ്റ്ലറിനെ അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ബ്ലോഗിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ അടുത്ത വിവരവുമായി എത്തുന്നതുവരേക്കും ഗുഡ് ബൈ.